നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്, അതായത് ലാസ്റ്റ് ഡേറ്റ് ഏകദേശം അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആണിത്. വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോ ഭാഗത്തിലൂടെ, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഷോർട്ട് സർവീസ് കമ്മീഷനാണ് കേട്ടോ. 20 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അൺമാരീഡ് മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. ഇത് മെയിലിൻ്റെ മാത്രം നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ആർമി വീണ്ടും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആദ്യം മെൻ ആൻഡ് വുമൺ ഒരുമിച്ചിട്ടായിരുന്നു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെ മെന്നിന് വേറെ ഫീമെയിലിന് വേറെ എന്നുള്ളത് ഫിസിക്കൽ കൂടി ആഡ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒന്ന് കൊണ്ടുവന്നു ഓഫീസർ റാങ്കിൽ. അതിനുശേഷം മെൻ ആൻഡ് വുമണിന് ഫിസിക്കൽ 2 പട്ടികയായി തിരിച്ചിട്ട് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ഓഫീസറിന് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് മുൻപ് വന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. 5 ഫെബ്രുവരിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. ഇത് മെയിലിൻ്റെ ആണെങ്കിലും ഫീമെയിൽസിനും ഇതേ ക്രൈറ്റീരിയ തന്നെയാണ് വരുന്നത്. ഫീമെയിൽസിനും അപേക്ഷിക്കാം. പക്ഷേ ഫിസിക്കലിലും കുറച്ച് വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. അത് സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. നമുക്ക് കോമൺ ആയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആവാനായതുകൊണ്ട് തന്നെ കോമൺ ഡീറ്റെയിൽസ് ഇത് നോക്കാം. ഈ ഒരു വീഡിയോ ഭാഗത്തിൽ നോക്കാവുന്നതാണ്. 7 January 2026 അപേക്ഷ തുടങ്ങിയത്. 5 February 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് 20 to 27 വയസ്സ് വരെയാണ്. അതിൽ നിന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ 1 October 1999 അതുപോലെ 31 September 2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇത് ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ ഫിസിക്കൽ ഐറ്റത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ വീഡിയോ ചെയ്തതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊന്നും ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും കൂടി നോക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്ന കാൻഡിഡേറ്റ് ഡു ഹാവ് പാസ് ദി റിക്വയർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായവരോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കോ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ ഫീൽഡിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ കോർ എഞ്ചിനീയറിംഗ് സ്ട്രീം കൊടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൻ്റെ ഇത് ഏത് എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് അതിൻ്റെ ഇക്വലൻ്റ് സ്ട്രീം ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് കൊടുത്ത് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു കോർ മാത്രം നോക്കാം. കോറിൽ വരുന്നതാണ് നമ്മുടെ ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ് സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ എൻവിറോൺമെൻറ്റ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിംഗ്, അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിവിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ട്രേഡ് നിങ്ങൾക്കാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവുന്നത്. ഞാൻ ഇങ്ങനെ സ്പീഡിലല്ല, അത്യാവശ്യം സ്ലോയിലാണ് സ്ക്രോൾ ചെയ്യുന്നത്. മെക്കാനിക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കോർ സ്ട്രീം ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സബ് സ്ട്രീമിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ തീർച്ചയായിട്ടും വരുന്നതാണ്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ടോട്ടൽ 350 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. വളരെ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഡിഗ്രീൻ്റെയൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഒരു SSB ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എൻ്റർ ആവാനായിട്ട് സാധിക്കുന്നതാണ്. SSB ഇൻ്റർവ്യൂ കുറച്ച് കഠിനം തന്നെയാണ്. അതിന് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം. ഷോർട്ട് ലിസ്റ്റ് ആകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അതിന് ആവശ്യമാണ്. എങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ലെഫ്റ്റനൻറ്റ് പോസ്റ്റിലാണ് നിങ്ങൾ എൻ്റർ ആവാനായിട്ട് പോകുന്നത്. അതിൻ്റെ സാലറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1,75,500 വരെയൊക്കെ ലഭിക്കുന്ന സാലറി പാക്കേജാണ് പറയുന്നത്. അത് കൂടാതെ നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ വരെ, അതായത് ഈ ഒരു റാങ്ക് മുതൽ ബ്രിഗാഡിയർ റാങ്ക് വരെ നിങ്ങൾക്ക് 15,500 രൂപ പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കും. 15,500 രൂപ പ്രതിമാസം അലവൻസ് ആയിട്ടില്ല. ഇതൊക്കെ അലവൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, കാരണം അത് പറയാൻ വേറൊരു വീഡിയോ വേണ്ടി വരും. നമ്മൾ തുടക്കത്തിൽ ചെയ്ത വീഡിയോയിൽ അത് പറഞ്ഞതാണ്. സോ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റിൻ്റെ ഇടയിൽപ്പെട്ടിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപേക്ഷ തുടങ്ങിയത് 7 January 2026 ഏകദേശം 5 February 2026 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്.